ഇരിക്കട്ടാ. പേരെന്താ? ഷെറീന. ഷെറീന അല്ലേ? എത്ര വയസ്സായി? 39. എന്ത് പറ്റി? കൈ നല്ല കടച്ചിലും വേദനയും തരിപ്പും ഉണ്ട്. ഇവിടെ വരെയുണ്ട്. കാരണം നിങ്ങൾ ഫോൺ ഉപയോഗിക്കലുണ്ടോ? ഫോണിൽ തലയണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല ഹൈറ്റുള്ള തലയണൊക്കെ വെച്ച് ഉപയോഗിക്കലുണ്ടോ? അതുകൊണ്ട് വരുന്ന ഇതുണ്ടോ ഈ ഡിസ്ക് ഞരമ്പ് ഇതിൻ്റെ ഇടയിൽ കുടുങ്ങുന്നതാണ്. കുടുങ്ങുമ്പോൾ കയ്യിലോട്ട് ഇങ്ങനെ കടങ്ങി വരും, കയ്യിന് തരിപ്പ് വരും, കയ്യിന് ബലം കുറയുന്ന മലയ്ക്ക് വരും കേട്ടോ. അത് ഇപ്പോൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടറിലൊക്കെ ആൾക്കാർ കുറേ ലോങ് ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വരും. കുഴപ്പമില്ല, മരുന്ന് എഴുതി തരാം. നിങ്ങളുടെ കൈകളിൽ തരിപ്പ് വരുന്നുണ്ടോ? നിങ്ങളത് നിസ്സാരമായിട്ട് കാണരുത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് സർവൈക്കൽ സ്പോണ്ട്. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ചിലരൊക്കെ 2 മൊബൈൽ തലയണൊക്കെ വെച്ചിട്ട് കഴുത്തിങ്ങനെ ഉയർത്തി വെച്ചൊക്കെ നമ്മൾ കിടന്നായിരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വരുന്ന അസുഖമാണ് സർവൈക്കൽ സ്പോണ്ടിലൈസിസ്. അതായത് നിങ്ങൾ കണ്ടതോ ഇതുപോലെ ഈ ഡിസ്കിൻ്റെ ഇടയിൽ ഞരമ്പ് കുടുങ്ങിയിട്ട് കയ്യിലോട്ട് കടഞ്ഞു വരും, കയ്യിന് തരിപ്പ് വരും. അതുപോലെ മറ്റൊരു അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മീഡിയൽ നെർവ് ഇതിൽ കുടുങ്ങിയിട്ട് വരുന്ന ഈ വിരലുകളോട്ട് വരുന്ന തരിപ്പും കടച്ചിലും കാര്യങ്ങളായിരിക്കും. രാത്രി ഭയങ്കര പെയിൻ ആയിരിക്കും. ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ രാത്രി കൈ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരുന്നാൽ ചെറിയൊരു സമാധാനം കിട്ടും നമുക്ക്. അതുപോലെ മറ്റൊരു അസുഖമാണ് ബ്രേക്കൽ ഫ്ലെക്സ്. നമ്മൾ വരുന്ന ഞരമ്പുകളെ കൂട്ടങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾ കൊണ്ട് കയ്യിലോട്ട് തരിപ്പ് വരും. അതുപോലെ നമ്മൾ ബ്രെയിനിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ കയ്യിലോട്ട് തരിപ്പ് വരും. മെയിനായിട്ട് തലാമസ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി പറൈറ്റൽ ലോബിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കയ്യിലോട്ട് തരിപ്പ് വരും. അതുപോലെ നമ്മൾ അനീമിയ ഉണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലോട്ട് തരിപ്പ് വരും. പിന്നെ മറ്റൊന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. പ്രമേഹ രോഗികൾക്ക് ചോദിച്ചറിയാം. ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കയ്യിലോട്ട് തരിപ്പും കാര്യങ്ങളും വരും. പിന്നെ തൈറോയിഡ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ഒരു മെയിൻ കാരണമാണ് തൈറോയിഡ് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തരിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. താങ്ക് യു ആൾ.